ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. നിങ്ങളിൽ പലരും ചൂടുകാലത്ത് വിയർക്കുന്ന സമയത്ത് തമാശക്കെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും, നമ്മളിങ്ങനെ പുറത്തു പോകുകയാണെങ്കിൽ നമ്മളോടൊപ്പം നമുക്കൊരു എ സിയും കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ ഒരു എ സി ഫിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് തമാശക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇനി അതൊരു തമാശയല്ല. ഷർട്ടിന്റെ പോക്കറ്റിൽ ധരിക്കാവുന്ന ഒരു എയർ കണ്ടീഷണർ നിർമ്മിച്ചിരിക്കുകയാണ് സോണി. റിയോൺ പോക്കറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ എ സിക്ക് ചൂടുകാലത്ത് തണുപ്പ് തരുന്നത് പോലെ തന്നെ തണുപ്പ് കാലത്ത് ചൂട് തരുന്ന ഹീറ്ററായും പ്രവർത്തിക്കാൻ സാധിക്കും. നമുക്കൊരു ഷർട്ടിന്റെ പോക്കറ്റിൽ വെക്കാവുന്ന ഒരു ചെറിയ എയർ കണ്ടീഷണറാണ് റിയോൺ പോക്കറ്റ് എന്ന ഈ പ്രൊഡക്റ്റ്. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കൂടെ കൊണ്ടു നടക്കാവുന്ന ഈ ഒരു എ സി നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഈ ഒരു റിയോൺ പോക്കറ്റിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മുടെ സ്മാർട്ട് ഫോണുമായിട്ട് ഇതിനെ ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇതിലെ തണുപ്പും ചൂടും ഒക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ചൂട് നിയന്ത്രിക്കുന്നതിന് പുറമെ ഓട്ടോമാറ്റിക്കായി ചൂട് നിയന്ത്രിക്കാനും ഇതിന് സാധിക്കും. നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിനേക്കാളും വലിപ്പം കുറവാണ് ഈ ഒരു റിയോൺ പോക്കറ്റ് എ സിക്ക്. ഈ ചെറിയ ഉപകരണത്തിലുള്ള പെൽറ്റിയർ എലമെന്റിന് ഫലപ്രദമായ രീതിയിൽ ചൂടും തണുപ്പും ക്രമീകരിക്കാൻ സാധിക്കും. വളരെ കുറഞ്ഞ എനർജി ഉപയോഗിച്ച് കൂടുതൽ സമയം നമുക്ക് തണുപ്പ് നിലനിർത്തേണ്ടി വരുന്ന ചില കാറുകളിൽ, അതുപോലെ വൈൻ കൂളേഴ്സിലൊക്കെ ഈ ഒരു സംവിധാനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോണിയുടെ ക്രൗഡ് ഫണ്ടിംഗ് പരിപാടിയുടെ ഭാഗമായാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ധരിക്കാവുന്ന എയർ കണ്ടീഷണറുകൾ ഘടിപ്പിക്കുന്നതിനായി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഡ്രസ്സുകളും ഇതിനോടൊപ്പം ലഭിക്കും. സ്മോൾ, മീഡിയം, ലാർജ് എന്നീ സൈസുകളിൽ ലഭ്യമാണെങ്കിലും പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് ഇപ്പോൾ വിപണിയിൽ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് അതിന് ബാക്കിൽ ഒരു പോക്കറ്റ് ഉണ്ടായിരിക്കും. അതായത് ഈ ഒരു എയർ കണ്ടീഷണർ ഇടാനുള്ള ഒരു പോക്കറ്റ് അതിനോടൊപ്പം ഉണ്ടായിരിക്കും. 2 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ ചാർജ് ഇതിൽ നിൽക്കും. ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിലവിൽ ജപ്പാനിൽ മാത്രമേ റിയോൺ പോക്കറ്റ് വിൽപ്പനയ്ക്ക് എത്തുന്നുള്ളൂ. 14,082 yen ആണ് ജപ്പാനിലെ വില. അതായത് ഏകദേശം ഇന്ത്യൻ റുപ്പി നോക്കുകയാണെങ്കിൽ 8,912 രൂപ വരും. നമ്മൾ തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങൾ വരെ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ന്യൂസൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.